ആലപ്പുഴ തുറവൂരിൽ അമ്മയുടെ മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടിയ മകൻ കസ്റ്റഡിയിലായിരിക്കുന്നു. പള്ളിത്തോടുകാട് നികർത്ത് രാധയുടെ മൃതദേഹം ആണ് രഹസ്യമായി മറവു ചെയ്തത്. കൊലപാതകമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മകൻ ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. മൃതദേഹം ഇന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ആലപ്പുഴ തുറവൂരിൽ ആയിരുന്നു അമ്മയുടെ മൃതദേഹം രഹസ്യമായി മകൻ കുഴിച്ചുമൂടിയത്. ഈ മകനാണിപ്പോൾ അറസ്റ്റിൽ ആയിട്ടുള്ളത്. പള്ളിത്തോടുകാട് ആണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നതാണ് മനസ്സിലാകുന്നത്. മൃതദേഹം രഹസ്യമായാണ് മകൻ മറവ് ചെയ്തത്. ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, എന്താണിപ്പോൾ ലഭിക്കുന്ന വിവരം? ആരും അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടതും ഈ സംസ്കാരം നടന്നതും ഒക്കെ? ഇന്നലെയാണ് കുത്തിയതോട് പോലീസ് ഇത്തരത്തിലൊരു കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, മറിച്ച് മകനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കുത്തിയതോട് തുറവൂർ സ്വദേശിയായിട്ടുള്ള അമ്മയുടെ മൃതദേഹം മകൻ ആരും അറിയാതെ കുഴിച്ചുമൂടി എന്നുള്ളതാണ് കേസായി ഇപ്പോൾ അത് സംശയാസ്പദമായ രീതിയിലേക്ക് വന്നിട്ടുള്ളത്. തുറവൂർ സ്വദേശിയായ രാധയുടെ മൃതദേഹമാണ് വീട്ടിൽ കുഴിച്ചുമൂടി എന്ന മകൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട മകൻ ഗിരീഷിനെ പോലീസ് കുത്തിയതോട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്, അതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട് കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ അമ്മയെ മകൻ മരിച്ച ശേഷം അമ്മയെ ആരും അറിയാതെ കുഴിച്ചുമൂടി എന്നുള്ള രീതിയിൽ ഈ ഗിരീഷ് മദ്യപിച്ച ശേഷം സുഹൃത്തുക്കളോടടക്കം വ്യക്തമാക്കിയത്. തുടർന്ന് സുഹൃത്തുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഗിരീഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ആ വീട്ടിൽ ഫോറൻസിക് സംഘം അടക്കം എത്തി പരിശോധനകൾ നടത്തുകയാണ്. മറ്റ് മൃതദേഹം പുറത്തെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. വീടിനകത്താണ്, ആദ്യം വീടിന് മുന്നിൽ കുഴിച്ചിട്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ വീടിനകത്താണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തഹസിൽദാർ അടക്കമുള്ള ആളുകൾ വന്നതിന് ശേഷം മാത്രമേ, ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ മൃതദേഹം അത്തരത്തിൽ പുറത്തെടുക്കാനായി കഴിയുകയുള്ളൂ. കുത്തിയതോട് പോലീസ് ഇപ്പോൾ ഈ വീട്ടിൽ പ്രദേശത്ത്, അതായത് മൃതദേഹം ഉണ്ട് എന്ന് ഗിരീഷ് വ്യക്തമാക്കിയ സ്ഥലത്ത് കുത്തിയതോട് പോലീസ് ആ സ്ഥലം അവർ കവർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. ഒപ്പം ഇയാളുടെ ഭാര്യയും മക്കളും ഒന്നും ഗിരീഷിനോടൊപ്പമല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ്. അമ്മയും മകനും, ഈ രാധയും ഗിരീഷും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അമ്മ മരണപ്പെട്ടപ്പോൾ ഇയാൾ കുഴിച്ചിട്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ വീടിന് ചുറ്റുപാടും ഒക്കെ തന്നെ ഒരു വെള്ളക്കെട്ടിലാണ്. ഈ വെള്ളക്കെട്ടിനകത്താണ് ഈ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതായി വ്യക്തമാക്കിയുള്ളത്. മരണം എന്തുകൊണ്ട് മറ്റുള്ളവരെ അറിയിച്ചില്ല എന്നുള്ളതാണ് സംശയത്തിന് നിഴലിലേക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ പോലീസ് ഗിരീഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി മറ്റ് കൊലപാതക സാധ്യതകളുണ്ടോ, അതോ ഇത്തരത്തിൽ മദ്യപാനി കൂടിയായ ഗിരീഷ് മരണപ്പെട്ട വിവരം ആരോടും അറിയിക്കാതെ അത് സംസ്കരിക്കാൻ ശ്രമിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ക്ലാരിറ്റി വരേണ്ടതായുണ്ട്. ഗിരീഷ് ഇപ്പോൾ കുത്തിയതോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതായത് ശരണി സൂചിപ്പിക്കുന്ന പോലെ ഇയാളൊരു സ്ഥിരം മദ്യപാനിയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭ്രാന്തിയുടെ പുറത്ത് ആണോ മൃതദേഹം അടക്കം ചെയ്തത്? അതിനപ്പുറത്തൊരു കൊലപാതകമാണോ? ഇപ്പോഴും സംശയങ്ങളാണല്ലേ ബാക്കിയാകുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ്, അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ മൃതദേഹം അത്തരത്തിൽ ഇയാൾ സംസ്കരിച്ചത് മദ്യലഹരിയിലാണോ എന്നുള്ളതുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. കാരണം സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളതാണ് പ്രദേശത്ത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ പോലീസും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇടയ്ക്ക് അമ്മയും മകനും തമ്മിൽ മദ്യപാനത്തിന്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ടെന്നും ഒക്കെ പരിസരവാസികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണിത് സാധാരണഗതിയിലുള്ള ഒരു മരണമാണോ അതോ മറിച്ച് മറ്റെന്തെങ്കിലും ഇതിനകത്ത് അസ്വാഭാവികത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് വന്നത്.
എന്തുകൊണ്ട് സ്വകാര്യമായി അല്ലെങ്കിൽ ഇത്ര രഹസ്യമായി ഈ മൃതദേഹം മറവ് ചെയ്തു എന്നുള്ള ചോദ്യം പ്രസക്തമായി നിൽക്കുന്നു. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിലുമൊക്കെ ഇയാൾ പറയുന്നത് അമ്മ മരണപ്പെട്ടതുകൊണ്ട് താൻ അവിടെ സംസ്കരിച്ചു എന്നുള്ള രീതിയിലാണ്, ആരെയും വിളിച്ചില്ല എന്നുള്ള മറുപടികളൊക്കെയാണ് പറയുന്നത്. സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളതാണ് പോലീസ് ഇയാളുടെ കാര്യത്തിൽ, ഗിരീഷിന്റെ കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം ഇനി ഇവർ തമ്മിൽ മറ്റു വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അസ്വാഭാവികമായ എന്തെങ്കിലും ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉള്ള കാര്യങ്ങൾ പരിശോധിക്കണം. മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധന ഉണ്ടാകും, പോസ്റ്റ്മോർട്ടം നടത്തണം. കാരണം വീട്ടിൽ വെച്ച് നടന്നൊരു മരണമാണെങ്കിൽ തീർച്ചയായും അത് ഔദ്യോഗികമായി ആശുപത്രിയിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥിരീകരണങ്ങൾ ആവശ്യമുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് ഒന്നും പോകാതെ എന്തുകൊണ്ട് മൃതദേഹം വീട്ടിനുള്ളിൽ കുഴിച്ചിട്ടു എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസിനകത്ത് ചില സംശയങ്ങളും ഉള്ളത്. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ തഹസിൽദാർ ഉൾപ്പെടെ എത്തി മൃതദേഹം പുറത്തെടുത്ത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. അതുവരെ ഇപ്പോൾ ഗിരീഷ് ഇപ്പോൾ ഉള്ളത് കുത്തിയതോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അഭിലാഷ്. യെസ്, എന്തായാലും അമ്മയുടെ മൃതദേഹം ആരും അറിയാതെ എന്തിനാണ് കുഴിച്ചുമൂടിയത് എന്ന സംശയമാണുള്ളത്. അതിൽ ആണ് വ്യക്തത കൈവരേണ്ടത്. ഇതൊരു കൊലപാതകം ആയിരുന്നോ അതെയോ സ്വാഭാവികമായ മരണത്തിന് ശേഷം കുഴിച്ചുമൂടിയതാണോ? ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.